ഇന്നത്തെ ഞങ്ങളുടെ പാലക്കാട് യാത്രയ്ക്കിടയിൽ കണ്ട ഒരു ദയനീയമായ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മണ്ണൂത്തി ദേശീയപാതയിൽ, അതായത് എറണാകുളം ദേശീയപാതയുടെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കിലോമീറ്ററുകളോളമാണ് നമ്മുടെ ഈ ട്രാഫിക് നീണ്ടു കിടക്കുന്നത്. ഇതിൽ കിടക്കുന്ന ഓരോ വാഹനങ്ങളിലെ ആൾക്കാർ ആ വെയിലത്ത് ചൂടും അടിച്ച് പിന്നെ കഷ്ടപ്പെട്ട് എത്രയോ മണിക്കൂറുകളോളം കഷ്ടപ്പെട്ടാണ് അത് കിടക്കണേന്ന് അതിലെ വഴി പോയി കണ്ടവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. കാരണം അബദ്ധത്തിൽ പോലും ഈ ട്രാഫിക്കിൽ പോയി പെടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നീണ്ട ഒരു നിര പോലെയാണ് അവിടെ. വണ്ടിയിലിരുന്ന് ക്ഷീണിച്ചവർ പലരും പുറത്തിറങ്ങി കാറ്റുകൊള്ളാൻ വരെ നിൽക്കുന്നുണ്ട്. ഒരു മഴയത്ത്, അതായത് ബൈക്കിലോ വല്ലതും വരുന്നവരാണെങ്കിൽ ആ മഴയെ വല്ലതും പെയ്യുകയാണെങ്കിൽ ആ മഴയത്ത് അവിടെ നനഞ്ഞ് നിൽക്കേണ്ടി വരും. അതുപോലത്തെ അവസ്ഥയാണ് ഇത്. ഇത്രയും നീണ്ടൊരു ട്രാഫിക് ബ്ലോക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഹോസ്പിറ്റൽ ഇഷ്യൂസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർന്ന് അവിടുത്തെ അവസ്ഥ തന്നെ മാറിപ്പോവാറ. അത്രയ്ക്കൊരു അവസ്ഥയിലാണ് ഈ ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെ നീണ്ടു കിടക്കുന്നത്. നമ്മുടെ ഈ ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് എന്തൊക്കെ കഷ്ടപ്പാടുകളാണല്ലോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഇതൊക്കെ മാറുമായിരിക്കും പണി കഴിയുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന ട്രാഫിക് ബ്ലോക്ക് ഒരു വല്ലാത്തൊരു ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ ഇതുവഴി പോയിട്ട് ഇതിനകത്ത് പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും ഇത് ഇന്ന് ഞങ്ങൾക്ക് കണ്ടിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയായിപ്പോയി. തിരിച്ച് ഞങ്ങൾ എന്തായാലും ഈ വഴി വരത്തില്ലെന്ന് ഇപ്പം തന്നെ ഞങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഏറ്റവും അവസാനം കിടക്കുന്ന ആൾക്കാർ എങ്ങനെ പോയൊരു 5-6 മണിക്കൂർ എടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തിപ്പെടത്തുള്ളൂ. അതിൻ്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്രയ്ക്ക് നീണ്ട നിരയാണ്, കിലോമീറ്ററുകളോളമാണ് ട്രാഫിക് ബ്ലോക്ക് ഇങ്ങനെ കിടക്കുന്നത്. അതിൽ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട്. ഒന്നോർത്ത വലിയ കഷ്ടം തന്നെയാണ് അവരുടെ. അതുകൊണ്ട് എന്തായാലും ഇതുവഴി അബദ്ധത്തിൽ പോലും വരരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ബ്ലോക്കിൽ പെട്ടാൽ തീർന്നവരുടെ അവസ്ഥ. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വേറെ വഴിയിൽ കൂടി വരാനാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിൽ പെട്ടിട്ടുള്ള ഇന്നത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ബൈ.